ഞാൻ നമ്മുടെ കുണ്ടംകുളി സ്കൂളിൻ്റെ പി ടി പ്രസിഡൻ്റായിട്ട് 3 വർഷക്കാലമായി പ്രവർത്തിച്ചു. ഈ 3 വർഷക്കാലവും വ്യക്തമായി പ്രവർത്തിച്ച അശോകമാഷുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു ആരോപണം നിലനിൽക്കുന്നത്. മാഷയെ സംബന്ധിച്ച് കൈകളെ സംബന്ധിച്ച് ഇങ്ങനെയൊരു ആശയം ഇത് ആദ്യമായിട്ടാണ്. മാഷൊരു കുട്ടിയെ അസംബ്ലിയിൽ വെച്ച് അടിച്ചു എന്ന രൂപത്തിലാണ് പരാതി ഉള്ളത്. അപ്പോൾ ആ പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ രക്ഷിതാക്കളെ നമ്മളെ ബന്ധപ്പെട്ടു. ഇങ്ങനെ മാഷ അടിക്കുന്ന സ്ഥിതിയിലായിട്ടില്ലെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ രക്ഷിതാക്കളെല്ലാം ബന്ധപ്പെട്ട് കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംസാരിച്ചു. അപ്പോൾ അങ്ങനെ വിഷയം കുട്ടിക്ക് അടി മാഷ് പറഞ്ഞത് ലക്ഷ്യം തെറ്റി അടി കൊണ്ടുവന്ന രൂപത്തിലാണ് മാഷെ സമ്മതിച്ചു. മാഷ് അങ്ങനെ ഒരു ദേശക്കായത്തിൻ്റെ മാഷ് ആരോപിച്ചത് ലക്ഷ്യം തെറ്റി അടി വീണതാണെന്ന് രൂപത്തിൽ മാഷ് പലരും കിട്ടിയിട്ടായിരുന്നു. അപ്പോൾ ഒട്ടും ഓരോരുത്തരും വിജയ കമ്മിറ്റിയെ കണ്ടത്. ആ നിലയിൽ രക്ഷിതാക്കളുമായി സംസാരിച്ച് കുട്ടിക്ക് ചികിത്സക്കും മറ്റു കാര്യങ്ങൾ ആവശ്യമായിട്ടുള്ള മുഴുവൻ സഹായവും ചെയ്യാം എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ആലോചിച്ചത്. ആ സമയത്ത് കുട്ടിക്ക് ഇങ്ങനെ ഒരു പരിക്കിത്ര ഗുരുതരമായ വിഷയത്തിലല്ല, വലിയൊരു പ്രയാസമുണ്ട് എന്നല്ലാതെ വലിയ ജീവിതത്തിന് പ്രയാസമില്ല. അപ്പോൾ ആ പ്രയാസമില്ലാത്ത സാഹചര്യത്തിനകത്ത് കുട്ടിക്ക് പോകുന്നില്ല എന്ന രൂപത്തിലാണ് രക്ഷിതാക്കൾ ഇവിടെ വന്നത്. പിന്നീടാണ് ഒരു വിഷയമായി വന്നത്. പണം വാഗ്ദാനം ചെയ്തിരുന്നു. അങ്ങനെ ഒരു ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തതായിട്ട് നമ്മൾ ചികിത്സക്ക് ആവശ്യമായ സഹായം ചെയ്തുതരാമെന്ന രൂപത്തിൽ. പക്ഷേ പി ടിയുടെ ഭാഗത്ത് നിന്ന് പരാതി നൽകണം അങ്ങനെയൊന്നും പറഞ്ഞില്ല. പി ടി എ ഈ വിഷയം നമ്മൾ സംസാരിച്ചു. കാര്യങ്ങൾ സെറ്റിൽമെൻ്റായി. അവർക്കും രക്ഷിതാക്കൾക്കും വലിയ പരാതിയില്ല. കാരണം കുട്ടി പിറ്റേ ദിവസം സ്കൂളിൽ വന്നിട്ടുണ്ട്. ഈ അടി കൊണ്ടുവന്ന പിറ്റേ ദിവസം സ്കൂളിൽ കുട്ടികൾ വന്നു. പിന്നീടാണ് കുട്ടിക്ക് ചെറിയൊരു പ്രയാസം വരുന്നത്. ആ സമയത്താണ് വീണ്ടും ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് പി ടി ഇടപെട്ടാണോ പണം ചികിത്സാ സഹായം നൽകാമെന്ന് പറഞ്ഞത്? ഇടപെട്ടല്ല. നമ്മൾ രക്ഷിതാക്കൾ എന്ന രൂപത്തിൽ കുട്ടിക്ക് പ്രസിഡന്റ് എന്ന രൂപത്തിലും അധ്യാപകരും കുട്ടിയെ കാണാൻ വേണ്ടി പോയി. കുട്ടിയെ കാണാൻ വേണ്ടി പോയപ്പോൾ കുട്ടിക്ക് സാമ്പത്തികമായി വളരെ പ്രയാസം നിൽക്കുന്ന കുടുംബമാണ്. അപ്പോൾ ആ നിലയിൽ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള സഹായം എന്ന രൂപത്തിൽ നമുക്ക് ചെയ്യാമെന്ന രൂപത്തിൽ പറഞ്ഞതാണ്. കുടുംബം വേണ്ടെന്ന് പറഞ്ഞു. കുടുംബം ആ സമയത്ത് അത് ഓക്കെ എന്ന് പറഞ്ഞതാണ്. നിങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്താണ്? കുട്ടിക്ക് ഏത് രീതിയിലാണ് കിട്ടിയതാണ് മനസ്സിലാക്കിയ സ്ഥിതിക്ക് അസംബ്ലി സമയത്ത് ഇവിടെ സ്കൂളിൻ്റെ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു. അപ്പോൾ ആ സമയങ്ങളിൽ ആ സമയത്ത് ബന്ധപ്പെട്ട അസംബ്ലി വിളിക്കുന്നത്. കാരണം അവിടെ ഇപ്പോൾ JCB വെച്ച് കുഴിയെടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഒരു കുട്ടിയും പോകേണ്ടതില്ല എന്നുള്ള നിർദ്ദേശം കൊടുക്കാൻ വേണ്ടിയാണ് അസംബ്ലി വിളിക്കുന്നത്. അപ്പോൾ ഈ കുട്ടി 10ാം ക്ലാസ് പഠിക്കുന്നുണ്ടെങ്കിൽ പോലും വലിയ ആരോഗ്യമുള്ള കുട്ടിയല്ല, അപ്പം ക്ഷീണിച്ച കുട്ടിയാണ്. അപ്പോൾ അസംബ്ലി ഏറ്റവും മുമ്പിലാണ് ഈ കുട്ടി നിൽക്കുന്നത്, ഏറ്റവും ചെറിയ കുട്ടിയായത്. അപ്പോൾ പല പ്രാവശ്യം എന്തെങ്കിലും നിർദ്ദേശം കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കാതിരിക്കും. അപ്പോൾ അങ്ങനെയാണ് കുട്ടിയെ മാഷ് ഫ്രണ്ടോട്ട് പിടിച്ചിട്ട് മാഷ് ഒരു കയ്യിൽ മൈക്കും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റേ കൈ കൊണ്ട് കൈ ഇങ്ങനെ വീശി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ലക്ഷ്യം തെറ്റി ക്ഷമിച്ചും കൊണ്ടുവന്ന് ശ്രദ്ധിക്കാൻ ഉണ്ടായത്. മനഃപൂർവ്വം ചെയ്തതാണെന്നുള്ള ധാരണ പി ടി കമ്മിറ്റിക്കില്ല. മാഷഭാഗത്തിൽ പ്രഷർ പറ്റിയെന്നുള്ള ധാരണ പി ടി കമ്മിറ്റിക്ക്. പക്ഷെ അതിനുശേഷം പുറത്ത് വന്നിട്ടേ പോലീസുകാർ ചോദിച്ച സമയത്ത് ഇങ്ങനെയല്ല, കുട്ടി തലകറങ്ങി വീണതാണ് എന്ന് അധ്യാപകൻ പറഞ്ഞു എന്ന് കുട്ടി പറഞ്ഞു. അത് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. അന്ന് ഇവിടെ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. കാരണം കേസ് അന്ന് ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് പോലീസ് സംരക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ കുട്ടീനെ പറഞ്ഞു എന്ന് പറയപ്പെടുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. മുഴുവൻ പേര് മാധവൻ, PTA പ്രസിഡന്റ് എം മാധവൻ. ഓക്കെ.